ഒരു മുഖവുരയുടെ ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ അടിത്തറയെ പിടിച്ചുലയ്ക്കുന്ന സംഭവമാണ്. യുവാക്കളുടെ പ്രതിനിധിയായി, അവരുടെ പ്രതീക്ഷയായി, കോൺഗ്രസിന്റെ ഭാവി നേതാവായി വാഴ്ത്തപ്പെട്ട ഒരാൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു പെൺ പിടിയനായി മാറിയിരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ മാത്രം വീഴ്ചയല്ല, മറിച്ച് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം എത്രമാത്രം ജീർണിച്ചു എന്ന് തുറന്നു കാട്ടുന്ന, തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉയരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പാർട്ടിയുടെ പ്രതികരണം ഞെട്ടിക്കുന്നതുമാണ്. ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ അന്വേഷണമോ യുവതിക്ക് നീതിയോ ഉറപ്പാക്കാൻ ശ്രമിക്കാതെ ആ ഒഴിഞ്ഞ കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്ന നേതാക്കന്മാരുടെ തിരക്കിട്ട കൂടിയാലോചനകളാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നടക്കുന്നത് ഈ വിഷയത്തിൽ ഒരു പ്രസ്താവന ഇറക്കുന്നതിനെ കുറിച്ചോ നേതാവിനെതിരെ നടപടി എടുക്കുന്നതിനെ കുറിച്ചോ അല്ല, മറിച്ച് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ എങ്ങനെ നിയമിക്കാം എന്നതിനെ കുറിച്ചാണ്. ഇതിലും വലിയ പരിഹാസം കോൺഗ്രസിനെ പോലെ ഒരു പ്രസ്ഥാനത്തിന് വേറെ എന്തുണ്ട്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ട്രാൻസ് യുവതി ഉന്നയിച്ച ലൈംഗിക അതിക്രമങ്ങളുടെയും മാനസിക വൈകൃതങ്ങളുടെയും കഥകൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, ബലാത്സംഗം ചെയ്യണമെന്ന് ആവശ്യപ്പെടുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനസ്സുള്ള വ്യക്തി എങ്ങനെയാണ് യുവജനങ്ങളുടെ നേതാവാകുന്നത്? ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും വലിയ പ്രഭാഷണങ്ങൾ നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ എല്ലാത്തരം നെറുകേടുകൾക്കും കൂട്ടുനിൽക്കുന്നു. ഈ ആരോപണങ്ങളെ ഗൗരവമായി കാണാതെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അധികാരമോഹങ്ങൾക്കും വേണ്ടി മാത്രം ചരടുവലികൾ നടത്തുന്നത് കോൺഗ്രസിന്റെ ജീർണതയുടെ ആഴം കാണിക്കുന്നു. ഒരു യുവജന സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ കഴിവോ ജനപിന്തുണയോ പരിഗണിക്കാതെ ഗ്രൂപ്പുകൾക്ക് വേണ്ടപ്പെട്ടവരാണോ, സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിക്ക് അധ്യക്ഷനാവാനുള്ള സ്വാഭാവിക അവകാശം നിഷേധിക്കുന്നത് സാമുദായിക കാരണങ്ങൾ കൊണ്ടാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് യുവജനങ്ങളോടുള്ള പ്രതിബദ്ധതയേക്കാൾ വലുത് അവരുടെ സ്വന്തം അധികാരമോഹങ്ങളാണ്. ഒരു യുവ നേതാവ് ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്ന് പറഞ്ഞ് ഒരു യുവതി മുന്നോട്ട് വരുമ്പോൾ അവൾക്ക് ധൈര്യം പകർന്നത് മറ്റൊരു യുവതിയുടെ തുറന്നു പറച്ചിലാണ്. ഇത് കോൺഗ്രസിലെ സ്ത്രീകൾക്ക് എത്രമാത്രം സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷമാണ് ഉള്ളതെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ പോയാൽ അധികകാലം എന്തായാലും ഈ പ്രസ്ഥാനം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ ഉണ്ടാകില്ല. ഒരുപാട് മഹാരഥന്മാർ നയിച്ച പ്രസ്ഥാനം അധികാരമോഹികളുടെയും ലൈംഗിക വൈകൃതങ്ങളുടെയും പിടിയിൽ അമരുമ്പോൾ അത് സാധാരണക്കാരായ പ്രവർത്തകർക്കും യുവജനങ്ങൾക്കും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇവിടെ നീതിയില്ല, ധാർമ്മികതയില്ല, കഴിവുകൾക്കൊരു സ്ഥാനവുമില്ല. ഇവിടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം മതി. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ